ക്യാൻസറിന് ഓരോ ഭാഗത്തെ ക്യാൻസറിനും ഓരോ സ്പെസിഫിക് സിംറ്റംസ്. അതല്ലാണ്ട് കുറേ ജനറൽ സിംറ്റംസ് ഉണ്ടല്ലോ. ഒരു മനുഷ്യന് ഇറ്റ് ക്യാൻ ബി എ ക്യാൻസർ എന്ന് തോന്നിക്കുന്ന നമ്മുടെ ശരീരത്തിൽ വരുന്ന സിംറ്റംസ് അതെന്തൊക്കെയാണ് ജനറലി നമ്മൾ അങ്ങനെ ഒരു പറഞ്ഞ ശരിയാണ്. എല്ലാ ഓരോ ഓർഗൻ ഏത് അവയവത്തിൽ വരുന്നുള്ളതാണ് പ്രധാനമായിട്ടും ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഏതാണെന്നുള്ളതനുസരിച്ചിരിക്കുക. അത് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ എവിടെയാണെങ്കിലും നമുക്ക് പറയാവുന്ന വേദനയില്ലാത്ത വളരുന്ന മുഴകൾ. നമ്മുടെ ശരീരത്തിൽ കുറേ നാളായിട്ട് വെറുതെ നിൽക്കുന്ന മഴകൾ യൂഷ്വലി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. വേദനയുള്ള മുഴകളും സാധാരണ പെട്ടെന്ന് വന്ന ഒരാഴ്ച അത് മിക്കവാറും ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പം വേദനയില്ലാത്ത വളരുന്ന മുഴകൾ, പിന്നെ സൈസിന് വ്യത്യാസം വരുന്ന മുഴകൾ, പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്. അതായത് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഡയറ്റ് കൺട്രോൾ ഇല്ല, വെറുതെ നമുക്ക് വെയിറ്റ് കുറയുകയാണ്. അപ്പം നമുക്ക് അത് ക്യാൻസർ ആവണമെന്നല്ല, ഇതൊരു റീസൺ ആയിരിക്കും. യു ഷുഡ് ചെക്ക് എന്നല്ലേ. ചിലപ്പോൾ തൈറോയിഡ് ആവാം, അല്ലേ? പല കാരണങ്ങൾ, ഡയബറ്റീസ് ആവാം, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ വാർണിംഗ് സിംറ്റംസ് ആണ്. മനസ്സിലായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടുക. അതും നോൺ സ്പെസിഫിക് ആണ്. പറഞ്ഞാൽ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പം നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലാതെ ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ. പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള പനി വരുന്നത്. ചിലർക്ക് പനി വരുന്ന പല കാരണങ്ങളുണ്ടാകും. പനിയുടെ ഒരു റെയർ കോസാണ് ക്യാൻസർ. പക്ഷേ നമുക്ക് ട്യൂബർക്കുലോസിന് വരാം, മറ്റ് പല കാലം കൊണ്ട് വരാം. അപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് പനി വരിക, അതും ഒരു ക്യാൻസർ ആവാം. പിന്നെ നമുക്ക് മലത്തിൽ കൂടെ രക്തം പോവുക, മൂത്രത്തിൽ കൂടെ രക്തം പോവുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കോമൺ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചുമ, വിട്ടുമാറാത്ത ചുമ. അതായത് 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാണ്. അത് ക്യാൻസർ ആവണമെന്നില്ല, ട്യൂബർക്കുലോസോ മറ്റെന്തെങ്കിലും ഒക്കെ ആവാം. പക്ഷേ എന്നാലും 3 ആഴ്ചയിൽ കൂടുതൽ എന്ന ചുമയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പരിശോധനയ്ക്ക് എന്തെങ്കിലും ഇടപെടേണ്ടതാണ്. പിന്നെ ശബ്ദത്തിന് വരുന്ന വ്യതിയാനം. എല്ലാവർക്കും ഒരു ചെറിയ ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാലും മാറും. പക്ഷേ ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ശബ്ദ വ്യതിയാനവും നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ജനറൽ ക്യാൻസർ സിംറ്റംസ്, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ള പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ സ്കിൻ ക്യാൻസറിൻ്റെ ഇത് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ വരുന്ന എല്ലാ കറുത്ത പാടുകളും നോർമൽ പാടുകളല്ല. ഇറ്റ് ക്യാൻ ബി സ്കിൻ ക്യാൻസർ എന്ന് പറയാറുണ്ട്. ഹൗ വുഡ് യു നോ ഇത് സ്കിൻ ക്യാൻസർ ആണോ അതോ? നമുക്ക് നോർമൽ മാൻ അത് കണ്ടുപിടിക്കാൻ പാടാണ്. എങ്കിലും നമുക്ക് അറിയാം, നമ്മൾ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു സ്മൂത്ത് ഔട്ട്ലൈൻ ആയിരിക്കും. അതെ, റൗണ്ട്, മിക്കവാറും പ്രോപ്പർ റൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് വളരുന്നുണ്ടെങ്കിൽ, അതുപോലെ അതിൻ്റെ മാർജിൻ ഇറഗുലർ ആകുകയാണെങ്കിൽ, അത് അൾസറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ട്യൂമർ ആണോ എന്ന് സംശയിക്കാം. ഓക്കെ, ഇനി ഈ അടുത്ത് ഒരുപാട് സെലിബ്രിറ്റീസ്, പ്രത്യേകിച്ചും ബോളിവുഡ് സെലിബ്രിറ്റീസ് പറഞ്ഞതാണ് അവർക്കൊക്കെ ഒരു 80% നമ്മൾ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചു ആൻഡ് ഐ എം നൗ ഫ്രീ എന്ന്. ഇപ്പോൾ ബ്രസ്റ്റ് ഉൾപ്പെടെയുള്ള ഓർഗൻസ് കുറച്ച് റിമൂവ് ചെയ്ത് അങ്ങനെ ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട്. അത് ഈ അടുത്ത് ഭയങ്കര വൈറലായൊരു കാര്യമാണ്. ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ അങ്ങനെ നമുക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്നറിയാവുന്ന, അതർ ദാൻ ഇപ്പോൾ ജനറ്റിക് റീസൺസ് വെച്ച് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതല്ലാണ്ട് ഒരു ജനറൽ കോമൺ മാന് നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഇന്നയാൾക്ക് ക്യാൻസർ ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ അങ്ങനെയുള്ള ക്യാൻസറുകളെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ജനറൽ പബ്ലിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ക്യാൻസർ വരാൻ ഈ ഏജിൽ ഇന്ന ക്യാൻസറുകൾ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ അണ്ടർഗോ ചെയ്യേണ്ട ചില ടെസ്റ്റുകളുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ 25 വയസ്സുള്ള ഒരുത്തം പോയി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരിക്കലും നമുക്ക് ക്യാൻസർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജനറ്റിക് കാര്യങ്ങൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഒക്കെ വരാം. പക്ഷേ അതൊക്കെ ഒരു റെയർ ഫിനോമിനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഒരു ടെസ്റ്റിന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മെയിൻലി ക്യാൻസറുകളൊക്കെ നമ്മൾ ഒരു 40 ഇയേഴ്സ് ആൻഡ് ബിയോണ്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പല രീതിയിലുള്ള പ്രധാനമായിട്ടും ആ ഏരിയയിൽ കോമൺ ആയിട്ടുള്ള ക്യാൻസറുകൾക്കുള്ള ടെസ്റ്റുകൾ, കോമൺ ആയിട്ട് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളൊന്നും നമുക്ക് പറ്റത്തില്ല. മാമോഗ്രാം, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, അതായത് 40 വയസ്സ് കഴിയുമ്പോൾ ഇയർലി മാമോഗ്രാം ചെയ്യുക, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുക. പിന്നെ കോളോറക്ടൽ ക്യാൻസർ, അത് നമ്മൾ കൂടി വരുന്നുണ്ട്, വൻകുടൽ മലാശയ ക്യാൻസർ. അതിന് നമുക്ക് ഒരു 45 ഇയേഴ്സ് തൊട്ട് നമ്മൾ കൊളോണോസ്കോപ്പി, പിന്നെ നമ്മൾ സ്റ്റൂളിൽ മലത്തിലുണ്ടാകുന്ന ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ്, അങ്ങനത്തെ ടെസ്റ്റുകളുണ്ട്. പിന്നെ ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രതീക്ഷിക്കുന്നുണ്ട് മെയിൽസ്. അവർക്ക് സിറം രക്തത്തിലെ ടെസ്റ്റുകൾ, PSA, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്ന് തുടങ്ങിയ ടെസ്റ്റുകളുണ്ട്. പിന്നെ സ്ത്രീകളുണ്ടാകുന്ന ഒരു കോമൺ ഇയർലി ഡിറ്റക്റ്റബിളാണ് സെർവൈക്കൽ ക്യാൻസർ, അതായത് ഗർഭാശയകളുടെ ക്യാൻസർ. അതിന് വേണ്ടി നമ്മൾ പാപ്പ് ടെസ്റ്റുകളുണ്ട്. ഇത്തരം ടെസ്റ്റുകളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അത് മെയിൻലി ഒരു 40 ഇയേഴ്സ് പ്ലസ് ആൾക്കാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ബ്ലഡ് ക്യാൻസർ ആണെങ്കിലോ അല്ലെങ്കിൽ ചില ട്യൂമർ മാർക്കേഴ്സ് എന്ന് പറയും, അതായത് ക്യാൻസർ ഉള്ളപ്പം രക്തത്തിൽ അളവ് കൂടുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ
കോളോറക്ടൽ ക്യാൻസർ ആണെങ്കിൽ CE, ഒബേറിയൻ ക്യാൻസർ ആണെങ്കിൽ CA-125, അല്ലെങ്കിൽ അബ്ഡോമിനിലുള്ള മിക്കവാറുള്ള Particular കുറച്ച് factors CA-19.9, അങ്ങനെ ലിവർ ക്യാൻസർ ആണെങ്കിൽ ആൽഫ-ഫീറ്റോപ്രോട്ടീൻ, അങ്ങനെയുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അത് നമ്മളിങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഓക്കെ. ഇപ്പം ഇപ്പോൾ ഡോക്ടർ മാമോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഇപ്പോൾ ബേസിക്കലി എല്ലാവരും പറയുന്നത്, അതായത് ഇപ്പോൾ 40+ ആയിട്ടുള്ള വിമൻ ഇടയ്ക്കെങ്കിലും നമ്മൾ മിക്കവാറും കേട്ടിട്ടുള്ള ഒരു 6 months കൂടുമ്പോഴെങ്കിലും ഈ ടെസ്റ്റ് അവരുടെ ഒരു സ്ക്രീനിങ് ചെയ്യണം, പറ്റിയാൽ മന്ത്ലി അവരുടെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം എന്ന് പറയും. ഇതിൽ മാമോഗ്രാം ചെയ്യുന്നതിന് ആളുകൾ മടിക്കുന്ന ഒരു കാര്യം, മാമോഗ്രാം ചെയ്യുന്നത് ക്യാൻ ബി എ റീസൺ ഫോർ ക്യാൻസർ എന്നും ആളുകൾ പറയാറുണ്ട്. ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ മമ്മോഗ്രാമൊക്കെ വളരെ ലോ ഡോസിലുള്ള എക്സ്റേ എക്സ്പോഷറാണ്. പിന്നെ അതൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സ്റേ എക്സ്പോഷർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓരോ വർഷം നമുക്ക് എത്ര എക്സ്പോഷർ ഉണ്ടെന്നുള്ള അലവബിൾ ഡോസ് ഉണ്ട്. അതിലൊക്കെ ഒത്തിരി താഴെയാണ് നമ്മൾ ഈ ഒരു മാമോഗ്രാം എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ പുറത്തുനിന്നുള്ള കോസ്മിക് റേസ് ആയിട്ടും അല്ലാതെ നമ്മുടെ സറൗണ്ടിങ് ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് റേഡിയേഷൻ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നത്, നമ്മുടെ ഒരു വാഴപ്പഴം, ആ വാഴപ്പഴത്തിൽ പോലും റേഡിയോ ആക്റ്റീവ് കാർബൺ ഉണ്ട്. ഒരു ഞാൻ പറഞ്ഞ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളില്ല. നമുക്കൊക്കെ അലവബിൾ റേഡിയേഷൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിന് എക്സ്പോസ്ഡ് ആവണ്ടേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ലെവലിലൊന്നും ഒരിക്കലും ഈ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷനുള്ള എക്സസൈസ് ചെയ്യത്തില്ല. അതാ പറഞ്ഞു. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഈവൻ വാഴപ്പഴത്തിൽ പോലും റേഡിയേഷൻ ഉണ്ട്. വെച്ചാൽ വാഴപ്പഴം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൽ ഉള്ള കാര്യം നമുക്ക് പ്രശ്നമില്ല. നമുക്ക് അലവബിൾ റേഡിയേഷൻ ഉണ്ട്. നമുക്ക് എത്രയുണ്ട് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നത്, അതിൽ കൂടുതലാവരുതെന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ചുറ്റും നടക്കുന്ന പല സാധനങ്ങളും റേഡിയോ ആക്റ്റീവാണ്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ. ഈ അടുത്ത് പുറത്തുനിന്നുള്ളൊരു ഡോക്ടറാണ് ഈ മാമോഗ്രാമിൻ്റെ ഈ റേഡിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഡോക്ടറുടെ ഒരു വീഡിയോ ആണ്. അതായത് മേജർലി ക്യാൻസർ പേഷ്യൻസ് ഡസ് നോട്ട് ഡൈ ഫ്രം ക്യാൻസർ. ക്യാൻസറിൻ്റെ കാരണം ഒരു പേഷ്യൻറ്റും മരിക്കില്ല. അവർ മരിക്കുന്നത് അവരുടെ ഓർഗൻ ഡാമേജ് കൊണ്ടിട്ടാണ്. അത് മെയിൻലി ഡ്യൂ ടു കീമോതെറാപ്പി ആൻഡ് റേഡിയേഷൻ എന്ന്. എന്നിട്ട് പുള്ളി അതിൻ്റെ അകത്ത് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പുള്ളിയുടെ ഹോസ്പിറ്റലിൽ നടന്ന ഒരു കേസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആസ് എ സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, ഹൗ ഡു യു റിയാക്ട് ടു ദിസ്? അത് തീർത്തും തെറ്റാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കീമോതെറാപ്പി, റേഡിയേഷൻ കൊണ്ട് ഒരു ഓർഗൻ ഡാമേജ് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തും തെറ്റാണ്. പിന്നെ അത് ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ റേഡിയേഷനൊക്കെ നമ്മൾ ഒരു ഏരിയയിൽ കൊള്ളേണ്ട അലവബിൾ റേഡിയേഷൻസ് ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് താങ്ങാൻ പറ്റുന്ന, നമ്മളിപ്പം ശരീരത്തിൽ റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നെഞ്ചിൽ കൊടുക്കുന്ന ഒരു അളവുണ്ട്, ആ അളവ് നമ്മുടെ ലിവറിൻ്റെ ഏരിയയിൽ കൊടുക്കില്ല. എന്നാൽ ലിവറിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പഠിച്ച് അതുപോലെ തന്നെ നമ്മളത് വളരെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ബിസിനസ്സാണ് ഈ റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് അവർ ഒരു 1.5 ദിവസത്തെ പ്രോഗ്രാമാണ് അവരത് പ്ലാൻ ചെയ്തെടുക്കാനായിട്ട്. അതിനുവേണ്ടി അത് ഓരോ ഏരിയയിലും അടിക്കുന്ന റേഡിയേഷൻ കൃത്യം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് മെഷീനിൽ ഫീഡ് ചെയ്തിട്ട് അതാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ഒരു മാസത്തോളം ഒരു റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്. അത് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും. ഇപ്പോൾ പുതിയ മെഷീൻസ് ആണെങ്കിൽ നമ്മൾ അവരാ കൊടുത്തിരിക്കുന്ന ആ ഡോസിൽ കൂടുതൽ, അല്ലെങ്കിൽ ശ്വാസം വലിക്കുമ്പം അത് ചേഞ്ച് വന്നാൽ പോലും ആ മെഷീൻ റേഡിയേഷൻ ഡെലിവറി ചെയ്യില്ല, അവിടെ ഹോൾഡ് ചെയ്യും. അത്രയ്ക്കും പ്രിസൈസ്ഡ് ആയിട്ടാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓരോ അവയവത്തിനും എത്ര റേഡിയേഷൻ താങ്ങാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാ റേഡിയേഷൻ ഡോക്ടർക്കും അറിയാം. അതനുസരിച്ച് അതിൽ കൂടുതൽ ഒരു രീതിയിൽ എന്താ പറയുക, ആ അവയവത്തിന് കിട്ടില്ല. പിന്നെയുള്ള റേഡിയേഷൻ റിയാക്ഷൻസ് ഉണ്ടാവും. അതായത് തൊലിപ്പുറത്ത് തൊലി പോവുക, റെഡ്നെസ് വരിക, അല്ലെങ്കിൽ ഇപ്പം മൂത്രസഞ്ചിയുടെ ഭാഗത്താണെങ്കിൽ അവിടെ സിസ്റ്റൈറ്റിസ്, കുറച്ച് UTI പോലെ ഉണ്ടാകുക. അതൊക്കെ ക്ലോസ്ലി മോണിറ്റേർഡാണ്. നമ്മൾ റേഡിയേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ് വിളിച്ചല്ല നോക്കുന്നത്. പേഷ്യൻറ്റിനെ എല്ലാ ദിവസവും അവർ റീഅസസ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ റിയാക്ഷൻസ് കൂടുതലുണ്ടെന്ന് തോന്നിയാൽ അവിടെ റേഡിയേഷൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് വീണ്ടും അവരതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടേ റേഡിയേഷൻ കൊടുക്കുകയുള്ളൂ. അല്ല, ഇതൊക്കെ ഒരു സങ്കല്പത്തിലും സിനിമയിലൊക്കെ കാണുന്നതല്ലാതെ ഒരിക്കലും അതൊരു പോസിബിൾ ഇതല്ല.